ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നഗരസഭയിൽ തുടർഭരണമുണ്ടാകുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന്റെ അനിവാര്യതയുമാണ് ചുരുങ്ങിയ വാക്കുകളിലെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം നടത്തുന്നത് ഒരു തുടർ ഭരണമാണ്. ആ തുടർ ഭരണത്തിന്റെ പ്രത്യേകത, ഒന്നാം പിണറായി ഗവൺമെന്റ്, ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ 1ാം ഗവൺമെന്റിന്റെ കാലത്ത് ഒരു മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ദീർഘകാലമായി മുനിസിപ്പാലിറ്റിയായി ഇരുന്ന പല മുനിസിപ്പാലിറ്റികളെക്കാൾ മുന്നിലേക്ക് രൂപം കൊണ്ട മുനിസിപ്പാലിറ്റിയെ നയിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഇതേ സംബന്ധിച്ച് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു. 2ാം ഇടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലം കുറെ കൂടി ആ ഗവൺമെന്റിന് കൂടി പിന്തുണ നൽകുന്ന ജനപ്രതിനിധികൾ രൂപപ്പെടുന്ന ഘട്ടത്തിലുണ്ടായ മാറ്റം. ഈ 2 ഘട്ടങ്ങളിലുമായി മുനിസിപ്പാലിറ്റിയുടെ തുടർഭരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും MLA പറഞ്ഞു. CPI ഏരിയ സെക്രട്ടറി കബീർ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, PN സുരേന്ദ്രൻ, KD ബാഹുലയൻ മാസ്റ്റർ, MR സോമനാരായണൻ, പ്രശാന്ത് കോക്കൂർ, ഉത്തമൻ, മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക.